നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ സെക്ഷനിലെ പ്ലേയിങ് കാർഡ്സ് എന്ന ടോപ്പിക്കാണ്. പ്രോബബിലിറ്റി എന്ന സെക്ഷനിൽ വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് പ്ലേയിങ് കാർഡ്സ്. ഇപ്പൊ പ്ലേയിങ് കാർഡ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം അതിന്റെ ഡിസ്ട്രിബ്യൂഷൻസ്, എന്താണ് പ്ലേയിങ് കാർഡ്സ്, പ്ലേയിങ് കാർഡ്സിനെ എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻസ് എന്നതിനെ പറ്റി ആദ്യം നമുക്ക് നോക്കാം. ഇപ്പൊ പ്ലേയിങ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ 52 പ്ലേയിങ് കാർഡ്സ്, 52 നമ്മൾ പ്ലേയിങ് കാർഡ്സിന് പറയുന്നത്. 52 എണ്ണമാണ് ഉള്ളത് പ്ലേയിങ് കാർഡ്സ്. 52ന്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഒന്ന് നമുക്ക് പഠിക്കാം. 52 എണ്ണത്തിൽ 26 റെഡ് ഉണ്ട്, 26 റെഡ് പ്ലേയിങ് കാർഡ്സ് ഉണ്ട്. പിന്നെ 26 ബ്ലാക്ക് പ്ലേയിങ് കാർഡ്സ് ഉണ്ട്. 26 റെഡും 26 ബ്ലാക്കും ഉണ്ട്. ഇനി 26 റെഡിനകത്ത് 26 റെഡിനകത്ത് നമുക്ക് വരുന്ന സബ് ഡിവിഷൻ ആണ് 13 ഡയമണ്ട്, 13 ഡയമണ്ട്, അതുപോലെ 13 ഹേർട്ട്, 13 ഡയമണ്ട് 13 ഹേർട്ട്. അതുപോലെ 26 ബ്ലാക്കിനകത്ത് വരുന്നതാണ് 13 ക്ലബ് ഓർ ക്ലാവർ, ക്ലബ് ഓർ ക്ലാവർ എന്ന് പറയും. അതുപോലെ 13 സ്പേഡ്, 13 സ്പേഡ്. ഇതാണ് പ്ലേയിങ് കാർഡ്സിൽ വരുന്ന മെയിൻ ആയിട്ട്. ഇനി ഇതിനകത്ത് വരുന്ന സബ് ഡിവിഷൻസ് ആണ് ഒരു കിങ്, ഒരു ജാക്ക്, ഒരു ക്യൂൻ, ഒരു എയ്സ്. കിങ്, ജാക്ക്, ക്യൂൻ, എയ്സ്. ഇത് ഇതിനകത്ത് ഡയമണ്ടിലും ഹേർട്ടിലും ക്ലബിലും സ്പേഡിലും വരും. ഈ 4 എണ്ണം ഈ ഓരോ 4 സബ് ഡിവിഷനകത്തും വരുന്നുണ്ട്. അപ്പൊ ഒരു കിങ്, ജാക്ക്, ക്യൂന്, എയ്സ് ഡയമണ്ടിനകത്ത് വരും, ഹേർട്ടിനകത്ത് വരും, ക്ലബ് ഓർ ക്ലാവറിനകത്ത് വരും, സ്പേഡിനകത്ത് വരും. ഏത് ഈ 4 എണ്ണം ഈ ഓരോ സബ് ഡിവിഷനകത്ത്. അങ്ങനെ ടോട്ടൽ 16 എണ്ണം നമുക്ക് പറയാം. അപ്പൊ പിന്നെയോ 2 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ്, 2 മുതൽ 10 വരെ 9 നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സും ഇതിൽ വരും. അങ്ങനെയാണ് 13 എണ്ണാവുന്നത്. 9 ഈ 4 കൂടെ 13 എണ്ണം. ഇതാണ് പ്ലേയിങ് കാർഡ്സിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ. അപ്പം 52 പ്ലേയിങ് കാർഡ്സ്, 26 ബ്ലാക്ക് ആൻഡ് 26 റെഡ്. 26 റെഡിനകത്ത് 13 ഡയമണ്ട് ആൻഡ് 13 ഹേർട്ട്, ബ്ലാക്കിനകത്ത് 13 ക്ലബ് ഓർ ക്ലവർ ഓർ 13 സ്പേഡ്. ഇനി ഇതിൽ ഓരോന്നിനകത്തും എന്ത് വരും? കിങ്, ജാക്ക്, ക്യൂന്, എയ്സ്. ഇത് ഈ 4 എണ്ണത്തിനകത്തും വരുന്നതാണ്. കിങ്, ജാക്ക്, ക്യൂന്, എയ്സ്. ഈ 4 എണ്ണം ഇതിൽ വരുന്നതാണ്. ഇനി പ്ലേയിങ് കാർഡ്സിനകത്ത് പിക്ചർ കാർഡുകൾ. പിക്ചർ കാർഡുകൾ എന്ന് പറഞ്ഞാൽ പിക്ചർ ഉള്ള കാർഡുകൾ, പിക്ചർ ആയിട്ട് തോന്നുന്നത് പിക്ചർ കാർഡുകൾ 16 എണ്ണമാണുള്ളത്. പ്ലേയിങ് കാർഡ്സിൽ പിക്ചർ കാർഡുകൾ 16 പിക്ചർ കാർഡുകളുണ്ട്. പിക്ചർ കാർഡുകൾ 16 ആണ്. ഇനി ഫേസ് കാർഡുകൾ, ഫേസ് കാർഡുകൾ, ഫേസ് ഉള്ള കാർഡുകൾ 12 ആണ്. 12 ആണ് ഫേസ് കാർഡുകളുടെ എണ്ണം. ഫേസ്. അപ്പൊ ഏതിനാ ഫേസ് ഇല്ലാത്തത്? എയ്സ് എന്ന് പറഞ്ഞ ഈ കാർഡിന് ഫേസ് ഇല്ല. ഫേസ് ഇല്ലാത്ത കാർഡാണ് എയ്സ്. അപ്പൊ എയ്സ് ഒഴികെ ബാക്കി 12 ഫേസ് കാർഡുകളാണ്. പിക്ചർ കാർഡുകൾ 16 എണ്ണമുണ്ട്. 16 എണ്ണത്തിൽ എയ്സ് ഒഴികെ ബാക്കിയെല്ലാം ഫേസ് കാർഡുകളാണ്, ഫേസ് ഉള്ള കാർഡുകളാണ്. അപ്പൊ ഇതാണ് പ്ലേയിങ് കാർഡ്സിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഒന്നും കൂടെ നോക്കിക്കോ. 52 പ്ലേയിങ് കാർഡ്സ്, 26 റെഡ് ആൻഡ് 26 ബ്ലാക്ക്. 26 റെഡിനകത്ത് 13 ഹേർട്ട് ആൻഡ് 13 ഡയമണ്ട്. 26 ബ്ലാക്കിനകത്ത് 13 ക്ലബ് ഓർ ക്ലാവർ ഓർ 13 സ്പേഡ്. ഇനി വരുന്നത് ഓരോ ഈ 4 എണ്ണത്തിനകത്ത് എന്ത് വരും? ഒരു കിങ്, ഒരു ജാക്ക്, ഒരു ക്യൂന്, ഒരു എയ്സ്. ഞാൻ 4 എണ്ണം ഈ 4 സബ് ഡിവിഷനകത്തും വരും. പിന്നെ 2 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ്, അത് 9 എണ്ണം. അങ്ങനെയാണ് 13 ആകുന്നത്. പിന്നെ 16 പിക്ചർ കാർഡുകളുണ്ട്, 16 പിക്ചർ കാർഡുകളുണ്ട്, 12 ഫേസ് കാർഡുകളുണ്ട്. ഇതാണ് പ്ലേയിങ് കാർഡ്സിന്റെ ജനറൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിനകത്ത് പറയാനുള്ള പ്ലേയിങ് കാർഡ്സിന്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് പ്ലേയിങ് കാർഡ്സിന്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് പ്ലേയിങ് കാർഡ്സിൽ നോർമലി ജനറൽ ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് നോക്കിക്കോ. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ്, ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ace or spade from a pack of cards. Find the probability of drawing ace or spade from a pack of cards. Pack of cards in ace or spade എടുക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? പ്രോബബിലിറ്റി ഓഫ് ഏസ് ഓർ സ്പേഡ്, പ്രോബബിലിറ്റി ഓഫ് ഏസ് ഓർ സ്പേഡ് ഫ്രം എ പാക്ക് ഓഫ് കാർഡ്സ്. ഏസ് ഓർ സ്പേഡ്. അപ്പൊ നോക്കുക നിങ്ങൾ, ഏസ് എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ ഏസ് കാർഡുകൾ എത്ര എണ്ണം ഉണ്ട്? ഏസ് കാർഡുകൾ 4 എണ്ണമുള്ള. ഒരു കിങ്, ഓരോ ഡയമണ്ടില്, ഹേർട്ടില്, ക്ലബില്, സ്പേഡില്. ഈ 4 എണ്ണത്തിൽ ഓരോന്ന് വീതം. അങ്ങനെ 4 ഏസ് കാർഡുകളുണ്ട്. പിന്നെ
സ്പേഡ് കാർഡുകൾ എത്ര എണ്ണം ഉണ്ട്? സ്പേഡ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ? സ്പേഡ് 13, 13 എണ്ണാണ്. അപ്പൊ ടോട്ടൽ കാർഡ്സ് എത്രയാണ്? ടോട്ടൽ 52 കാർഡ്സ് ഉണ്ട്. ടോട്ടൽ 52 കാർഡ്സ് ആണ്. ആ ടോട്ടൽ കാർഡ്സിൽ നിന്ന് എയ്സ് ഓർ സ്പേഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ ശ്രദ്ധിച്ച് ചെയ്യണം. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എയ്സ് ഓർ സ്പേഡ് ആണ്. എയ്സ് അല്ലെങ്കിൽ സ്പേഡ്. എയ്സും കിട്ടാം, സ്പേഡും കിട്ടാം. അതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ മതി. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ എത്രയാണ്? സ്പേഡ് 13 എണ്ണം ഉണ്ട്, എയ്സ് 4 എണ്ണം ഉണ്ട്. അപ്പൊ നിങ്ങൾ 17 കൂട്ടും, അത് 17 എഴുതും. പക്ഷെ 17 എണ്ണം നമുക്കില്ല. എന്തുകൊണ്ട്? ഈ 13 സ്പേഡിനകത്ത് ഒരു എയ്സ് ഇൻക്ലൂഡഡ് ആണ്. 4 എയ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരെണ്ണം ഹേർട്ടില്, ഒരെണ്ണം ഡയമണ്ടില്, ഒരെണ്ണം ക്ലബില്, ഒരെണ്ണം സ്പേഡില്, അങ്ങനെയാണ് 4 എയ്സ് വരുന്നത്. ആ 4 എയ്സിൽ ഒരെണ്ണം ഈ സ്പേഡിൽ വന്നു. അപ്പൊ ഇവിടെ ഇനി ബാക്കി നമുക്ക് 4 എടുക്കാൻ പറ്റില്ല. ബാക്കി എത്രയാണ്? 3 എണ്ണം. പിന്നെ ഈ 13. അപ്പൊ എത്രയാണ്? 16/52 ആണ് ആൻസർ. 16/52 എന്നാണ് നമ്മുടെ ആൻസർ. 16/52. അതിന് നമുക്ക് ഇനി വേണമെങ്കിൽ കട്ട് ഷോർട്ട് ചെയ്തൊക്കെ മാറ്റി എഴുതാം, ചുരുക്കി എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നിങ്ങൾ കട്ട് ഷോർട്ട് ചെയ്യുന്നതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കട്ട് ഷോർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് 2 കൊണ്ട് 4 കൊണ്ടൊക്കെ കട്ട് ചെയ്ത് ചുരുക്കി എഴുതാം. 4/13 ഒക്കെ എഴുതാം. 4/13 എഴുതാം. 4 കൊണ്ട് കട്ട് ചെയ്താൽ 4 × 4 16 ആണ്. 13 × 4 52 ആണ്. അപ്പൊ 4/13 എഴുതാം. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യണം. ഓർ വരുമ്പോൾ ഓൾറെഡി ഒരു സ്പേഡിനകത്ത് ഒരു എയ്സ് ഇൻക്ലൂഡഡ് ആണ്. അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാം കൂടെ വരുന്നൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. പ്ലേയിങ് കാർഡ്സിൽ തന്നെ വരുന്നതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് കാർഡ്സ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഈസ്? A question, a black card. B question, a king. C, a king or a spade. D question, a spade card. E question, picture card. F question, a red face card. എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. ഈ പ്ലേയിങ് കാർഡ്സിൽ വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിൽ നിന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒറ്റ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഇതിൽ ഏതെങ്കിലും 1-2 ഒക്കെയാണ് ചോദിക്കുക. നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുമിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ എന്താണ്? പ്ലേയിങ് കാർഡ്സിന് ഒരു കാർഡ് എടുക്കുന്നു. ആ കാർഡ് ഒരു ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ ഒരു കിങ് ആകാനുള്ള പ്രോബബിലിറ്റി, എ കിങ് ഓർ എ സ്പേഡ് ആകാനുള്ള പ്രോബബിലിറ്റി, എ സ്പേഡ് കാർഡ് ആകാനുള്ള പ്രോബബിലിറ്റി, പിക്ചർ കാർഡ് ആകാനുള്ള പ്രോബബിലിറ്റി, റെഡ് ഫേസ് കാർഡ് ആകാനുള്ള പ്രോബബിലിറ്റി. ഇതെല്ലാം നമുക്ക് കാണും. ഈ 6 എണ്ണത്തിന്റെ ആൻസറും കാണാം. അപ്പൊ ആദ്യം നമുക്ക് പ്ലേയിങ് കാർഡ്സ് എത്രയാണെന്ന് അറിയാമോ? 52 പ്ലേയിങ് കാർഡ്സ് ആണ്. അപ്പൊ ഒന്നാമത്തെ ഇവിടെ തന്നെ ഞാൻ ചെയ്യുവാണ് അതിന്റെ ആൻസർ. ഇവിടെ ഞാൻ പ്രോബബിലിറ്റി ഓഫ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പ്രോബബിലിറ്റി ഓഫ് എ ബ്ലാക്ക് കാർഡ്. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എടുത്ത് എഴുതിച്ചു. ഞാൻ ഇപ്പൊ ഇവിടെ തന്നെ ചെയ്യുവാണ് ആൻസർ. പ്രോബബിലിറ്റി ഓഫ് എ ബ്ലാക്ക് കാർഡ്. ബ്ലാക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമുക്കറിയാം. 52-ല് 26 ബ്ലാക്കും 26 റെഡുമാണ്. അപ്പം ബ്ലാക്ക് കാർഡ് എത്ര ഉണ്ട്? 26. 26/52. അതിനെ കട്ട് ഷോർട്ട് ചെയ്ത് കഴിയുവാണെങ്കിൽ 1/2 എന്ന് കിട്ടും. കട്ട് ഷോർട്ട് ചെയ്താൽ 1/2 എന്ന് കിട്ടും. അപ്പൊ ബ്ലാക്ക് കാർഡ് സിമ്പിൾ ആണ്. 26/52 ഡയറക്റ്റ് അങ്ങ് എഴുതാവുന്നുള്ളൂ. ഇനി അടുത്ത പ്രോബബിലിറ്റി ഓഫ് എ കിങ്. നമുക്കറിയാം പ്ലേയിങ് കാർഡ്സിൽ ടോട്ടൽ എത്ര കിങ് കാർഡ് ഉണ്ടാവും? 4 എണ്ണം. 4/52. 4/52. അതിന് വേണേൽ കട്ട് ഷോർട്ട് ചെയ്യാം. 4 കൊണ്ട് കട്ട് ചെയ്താൽ 1/13. ഈ കട്ട് ഷോർട്ട് ചെയ്യണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. നിങ്ങളിപ്പോ ഇവിടെ നിന്നും കൊണ്ട് ആൻസർ തീർത്താലും ഫുൾ മാർക്ക് തന്നെയാണ്. കട്ട് ഷോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ മാത്തമാറ്റിക്കലി നമ്മൾ ചുരുക്കാൻ പറ്റുന്നതിന് എന്ത് ചെയ്യും? സിംപ്ലിഫൈ ചെയ്ത് എഴുതാറുണ്ട്. അത് ഒരു മാത്തമാറ്റിക്കലിന്റെ ഒരു ഓർഡറാണ്. അപ്പൊ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ എഴുതിയാലും ആൻസർ ഓക്കെയാണ്. നെക്സ്റ്റ്, C question, probability of a king or a spade. Probability of a king or a spade. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. king or a spade. king അല്ലെങ്കിൽ സ്പേഡ്. നേരത്തെ ഞാൻ പറഞ്ഞു തന്നിരുന്നു കിങ് 4 എണ്ണം ഉണ്ട്, സ്പേഡ് 13 എണ്ണം ഉണ്ട്. ടോട്ടൽ നിങ്ങൾ 17 എഴുതിപ്പോ 17 വരില്ല. എന്തുകൊണ്ടാണ്? ഒരു സ്പേഡിനകത്ത് ഒരു കിങ് വരുന്നുണ്ട്. സ്പേഡിൽ ഒരു കിങ് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ 13 പിന്നെ ഒരു 3 എണ്ണേ വരുള്ളൂ. ഒരു കിങ് ഓൾറെഡി സ്പേഡിനകത്ത് ഇൻക്ലൂഡഡ് ആയി. അപ്പൊ എത്ര എണ്ണായി? 16/52 എന്നാണ് വരിക. 16/52. അതിനെ ചുരുക്കി എഴുതിയാൽ 4/13 എഴുതാം. 16/52 ആണ് അതിന്റെ ആൻസർ. ഇനി ഡി ക്വസ്റ്റ്യൻ പറഞ്ഞാലോ? എ സ്പേഡ്. ഡയറക്റ്റ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ സ്പേഡ്. സ്പേഡ് കാർഡ് എത്ര എണ്ണം ഉണ്ട്? 13 സ്പേഡ് ആണ്. 13/52. 13 സ്പേഡ് കാർഡാണ്. 13/52. അതിന് 1/4 എന്ന് വേണേ ചുരുക്കി എഴുതാം. 1/4. ഇപ്പൊ 13/52. 13/52. അപ്പൊ നമുക്ക് ഈ 4 എണ്ണത്തിന്റെ ആൻസർ ആയി. നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് പിക്ചർ കാർഡ്.
പ്രോബബിലിറ്റി ഓഫ് പിക്ചർ കാർഡ്. ഡയറക്റ്റ് എഴുതാമല്ലോ. പിക്ചർ കാർഡ് എത്ര എണ്ണം ഉണ്ട്? മാറിപ്പോയത് പിക്ചർ കാർഡും ഫേസ് കാർഡും. പിക്ചർ കാർഡുകൾ 16 എണ്ണം ഉണ്ട്. 16/52, 16/52. അതിനെ വേണേൽ നമുക്ക് ചുരുക്കി എഴുതാം. 4/13 എഴുതാം. 16/52 അല്ലെങ്കിൽ 4/13, 16/52. ഇനി ലാസ്റ്റ് വരുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് റെഡ് ഫേസ് കാർഡ്. പ്രോബബിലിറ്റി ഓഫ് റെഡ് ഫേസ് കാർഡ്. അത് ഉള്ളിൽ കുറച്ച് ചോദിച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് റെഡ് ഫേസ് കാർഡ്. റെഡിൽ വരുന്ന ഫേസ് കാർഡ്. ഫേസ് കാർഡ് ആയിരിക്കണം, അതെന്തായിരിക്കണം? റെഡ് ആയിരിക്കണം. അപ്പൊ ആലോചിക്കുക, ടോട്ടൽ എത്ര ഫേസ് കാർഡുകളുണ്ട്? 12 ഫേസ് കാർഡുകളാണ് ആകെ ഉള്ളത്. 12 എണ്ണത്തില് 6 എണ്ണം റെഡിലും 6 എണ്ണം ബ്ലാക്കിലുമാണ്. അപ്പൊ നമ്മളോട് ചോദിച്ച എത്രയാണ്? റെഡിൽ വരുന്ന ഫേസ് കാർഡ്. സിമ്പിൾ ആയിട്ട് എഴുതാം. എന്താണ്? 6 എണ്ണമാണ് റെഡിൽ വരുന്നത്. 6/52, 6/52. അപ്പൊ നമ്മുടെ ആൻസർ ആയി. എല്ലാത്തിന്റെ ആൻസറും ആയി. ഇപ്പൊ പ്ലേയിങ് കാർഡ്സിൽ വരുന്നതിന്റെ എല്ലാത്തിന്റെ ഒരു ആൻസറും ഇതിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാ ടോപ്പിക്കിലും വരുന്ന ആൻസറുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്ലേയിങ് കാർഡ്സിൽ കൊടുത്തിട്ടുണ്ട്.